ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു കാര്യം അമ്മയ്ക്ക് ഉറപ്പാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും അകന്നു നിൽക്കാൻ പറ്റില്ല. രണ്ടുപേരും തമ്മിലൊരു വഴക്കുണ്ടാകുമ്പോ അതിലേതെങ്കിലും ഒരാള് തന്നെ താഴ്ന്നു കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഗാഥമോളുടെ മുന്നില് മോനൊന്ന് താഴ്ന്നു കൊടുത്തേരെ. കുടുംബജീവിതമല്ലേ മോനെ. മോനൊന്ന് ഗാഥമോളെ വിളിക്കേ. അമ്മേ, വിളിക്കടാ. അല്ലെങ്കില് നീ ഇങ്ങനെ തനിച്ച് വിഷമിച്ചിരിക്കുന്നത് അമ്മയ്ക്ക് കാണേണ്ടി വരും. അത് അമ്മയെ കൊണ്ട് സഹിക്കാനും പറ്റില്ല. വിളിക്കില്ലേ? ശരി അമ്മേ, ഞാൻ വിളിക്കാം. ഗാഥയുടെ ദേഷ്യം തീർന്നിട്ടില്ല, കട്ട് ചെയ്തു. ഒന്നുകൂടി ഒന്ന് വിളിക്കേ. ഗാഥ സംസാരിക്കില്ല അമ്മേ. ആര് പറഞ്ഞു? പെൺകുട്ടികളുടെ മനസ്സിൽ തോന്നുന്ന കുസൃതിയും വാശിയും കാണാപ്പാടം പഠിച്ചിരിക്കുകയാണോ നീ? ഇതൊക്കെ ജീവിതത്തിലുള്ളതാടാ. ഗാഥമോളെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. മോള് ഉറപ്പായിട്ടും തിരിച്ചു വരും. നോക്കാം. കൃഷ്ണമോളെ, ഇങ്ങ് വാ. മുത്തശ്ശി ഇപ്പൊ എന്താ എന്നെ വിളിച്ചേ? മോളുടെ പേര് കൃഷ്ണയെന്ന്. മുത്തശ്ശി അത് കുട്ടി പരിഭ്രമിക്കേണ്ട. കൃഷ്ണയും ഗാഥയും രണ്ടുപേരാണെന്ന് എനിക്കറിയാം. എനിക്ക് മാത്രമല്ല, നവീന്റെ അച്ഛനും അറിയാം. അയ്യോ മുത്തശ്ശി, അത് ഒന്നും വിശദീകരിച്ച് എന്റെ കുട്ടി ബുദ്ധിമുട്ടണമെന്നില്ല. കളരിക്കൽ തറവാട്ടിൽ നീ എത്തിയതിനു പിന്നിൽ എന്താ നടന്നതെന്ന് വ്യക്തമായ ധാരണ ഞങ്ങൾക്കുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാ മോളെ ഞങ്ങൾക്കൊപ്പം നടത്തിയിരുന്നതും മനസ്സറിഞ്ഞ് സ്നേഹിച്ചതും. എന്റെ നവീനെ ഇത്രയധികം സ്നേഹിച്ചിട്ട്, ഞങ്ങളെയൊക്കെ ഇത്രയധികം സന്തോഷിപ്പിച്ചിട്ട്, ഒറ്റ ദിവസം ഒന്ന് യാത്ര പോലും പറയാതെ ഇറങ്ങിപ്പോകാൻ എങ്ങനെ കഴിഞ്ഞു കുട്ടിക്ക്?